ഹലോ മൈക്കാ, ഈ കാണാട്ടെ മഞ്ചേരിയിലെ പുതിയ ബിസ്മി. ഈ രാത്രി നേരത്തെ ഇങ്ങോട്ട് എന്തിനാ വന്നെന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയ സാധനം ഹൈപ്പർ മാർക്കറ്റ് എന്നിട്ട് നമ്മളിപ്പോഴാട്ട് അങ്ങോട്ട് പോകുന്നത്. ആദ്യം അതിന്റെ ഉള്ളിൽ കയറിയിട്ട് അതിന്റെ ഭംഗിയാണ് ആസ്വദിച്ച് അതിന്റെ ഉള്ളിലൂടെ ക്യാമറ പിടിച്ചാണ്ട് ഒരേ നടത്തും. ഇങ്ങനൊക്കെ മെയിൻ ആവുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എത്ര നടന്നു തരുന്നിട്ട് നമുക്കുള്ള സാധനം അവിടുന്ന് കാണുന്നില്ല കേട്ടോ. ചോദിക്കാനും പറയാനും ആരില്ലാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കന്നെട്ടോ. ഒടുവിൽ ആ സമയം വന്നെത്തി നമ്മളെ സാധനം നമുക്ക് കിട്ടിയിട്ട് ഈ ബ്രെഡ് എന്തിനാ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ കടായി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കടായി ആണ് കേട്ടോ. ചിക്കൻ നന്നായി കഴുകുക, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിനുശേഷം നമ്മൾ 1 സ്പൂൺ സുറുക്ക ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഇതെല്ലാം നന്നായി മിക്സാക്കുക. അതിനുശേഷം നമുക്ക് ഒന്നുപാട് ടേസ്റ്റ് ഇട്ടാൻ വേണ്ടി നമുക്ക് 1/2 സ്പൂൺ കോഴി മസാലയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളിത് കുഴച്ച കോഴി നമ്മളെന്താ 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. കോഴി പൊരിക്കാൻ പറ്റിയ രൂപത്തിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ മസാല കുഴച്ച കോഴിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു ഹാഫ് പൊരിയാക്കിയിട്ട് നമ്മൾ എടുക്കട്ടോ. കോഴിയൊക്കെ നമ്മൾ പൊരിച്ചതിന് ശേഷം പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ ആ എണ്ണയിൽ തന്നെ നമ്മൾ ഒരു 2 ഉള്ളി ഫുള്ളായിരുന്നത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് നമ്മൾ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രം കൊണ്ട് ഒന്ന് ജസ്റ്റ് മൂടുക. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ തന്നെ കരിവേപ്പിൻ്റെ എല്ലാം നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എരിയൊക്കെ ഒന്ന് പണി കൂടണമെങ്കിൽ നമുക്ക് 2 മുളക് ഒന്ന് മുറിച്ച്. അതിനുശേഷം നമ്മൾ മിക്സിയിൽ 2 തക്കാളി അരച്ചത് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കുക. അതിനുശേഷം നമ്മൾ മല്ലിച്ചപ്പും പൊതിനയും ഒന്നുപാടി ഇട്ടിട്ട് ഒന്നുപാടി സെറ്റാക്കി എടുക്കും. അതിനുശേഷം നമ്മൾ കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതേപോലെ തന്നെ ഗരം മസാല, ചിക്കൻ മസാല ഇത് ഒന്നുപാടി നമ്മൾ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കുക. നമ്മൾ ഫൈനലായിക്കാണ്ട് നമ്മൾ പൊരിച്ച് വെച്ച കോഴി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു ചെറിയ തീയിൽ നമ്മൾ ഒന്നുപാടി ഇളക്കിയെടുക്കുക. അങ്ങനെ നമ്മൾ അവസാനമായിക്കണം നമ്മൾ ഇതിലേക്ക് തക്കാളി സോസും പാടി നമ്മൾ ആഡ് ചെയ്താൽ നമ്മൾ കോഴിക്കടായി റെഡിയായി. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ കോഴിക്കടായി. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ. കോഴിക്കടായി ഉണ്ടാക്കി വെച്ചാൽ ഒരു സ്ഥലം വരെ പോയി എന്ന ബുദ്ധിന് പെരക്കാർ കൊടുന്ന ബ്രെഡൊക്കെ തിന്ന് തീർത്തുകണ്. നമ്മളെ പോലെ നിങ്ങൾക്ക് സിമ്പിളായി കണ്ട് കോഴിക്കടായി ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സൊക്കെ ഒന്ന് വായിച്ചു നോക്കിട്ടാ. ബാക്കി പിന്നെ